രചന മഞ്ജു ജയകൃഷ്ണൻ. അവനെ അമ്മയെ ഏൽപ്പിച്ചു വാ, നമുക്ക് മാത്രം പോകാം. ആൾക്കാരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു മടുത്തു. നന്ദേട്ടൻ അത് പറയുമ്പോൾ എൻ്റെ നെഞ്ചു വിങ്ങി. കണ്ണുനീർ അനുസരണയില്ലാതെ പുറത്ത് ചാടാൻ തുടങ്ങിയിരുന്നു. നീ കരയാനല്ല പറഞ്ഞേ, വെറുതെ ആൾക്കാരുടെ സഹതാപമൊക്കെ കേട്ട് മടുത്തു, അതാ. നന്ദേട്ടൻ പറഞ്ഞു നിർത്തി. ഇല്ല നന്ദേട്ട, ഞാനും കുഞ്ഞും വരുന്നില്ല. ഞാനില്ലാതെ അവൻ തനിച്ചായാൽ ശരിയാവില്ല. നന്ദേട്ടൻ പോയിട്ട് വാ. ഞാൻ പറഞ്ഞെങ്കിലും നന്ദേട്ടൻ ഇഷ്ടപ്പെടാത്ത രീതിയിൽ എന്നെ നോക്കി. ഓ, എൻ്റെ കയ്യിൽ ഏൽപ്പിച്ച ഞാൻ നോക്കില്ല എന്നല്ലേ പറഞ്ഞത് എന്നു പറഞ്ഞ് അമ്മ വന്നെങ്കിലും ഞാനൊന്നും മിണ്ടിയില്ല. ഒരിക്കൽ അമ്മയെ ഏൽപ്പിച്ച് പോയപ്പോൾ ഇട്ട സ്നഗ്ഗി പോലും അവർ മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. വരുമ്പോൾ കുഞ്ഞ് തനിച്ച് കിടന്ന് കരയുന്നു. ആ സമയത്ത് അതും കൂടി പറഞ്ഞാൽ നല്ലൊരു വഴക്കിലേക്ക് എത്തും. അതറിയാവുന്നത് കൊണ്ട് ഞാൻ മനഃപൂർവ്വം മൗനം പാലിച്ചു. നന്ദന് ചേർന്ന പെണ്ണൊന്നും അല്ലാട്ടോ എന്ന് കേട്ടുകൊണ്ടാണ് ഞാൻ വലതുകാൽ വെച്ച് ഈ പടി കയറുന്നത്. പിന്നീട് ആ ഒരു അവഗണന എല്ലാത്തിനും ഉണ്ടായിരുന്നു. ഗർഭിണിയാകാൻ വൈകിയപ്പോൾ അതിൻ്റെ പേരിലായി. പിന്നീട് വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിലാണ് ഞാൻ ഗർഭിണിയാണെന്നറിയുന്നത്. അങ്ങനെ സന്തോഷങ്ങൾക്കൊടുവിൽ അവൻ എത്തി. പക്ഷേ അവനൊരു ഓട്ടിസ്റ്റിക് ചൈൽഡാണെന്ന് ഞാൻ വേദനയോടെ മനസ്സിലാക്കി. നന്ദേട്ടൻ കൂടെ ഉണ്ടാവുമെന്ന് കരുതിയതിൽ എനിക്ക് പിഴച്ചു. അമ്മയുടെ നിരന്തരമായ ഉപദേശങ്ങൾ നന്ദേട്ടനിലും മാറ്റങ്ങൾ വരുത്തി. ആദ്യം സ്നേഹത്തോടെ കുഞ്ഞിനെ നോക്കിയെങ്കിലും പിന്നീട് വലിയ അടുപ്പമൊന്നുമില്ലാണ്ടായി. കുഞ്ഞ് നന്ദേട്ടനെ കാണിക്കാൻ എന്ന പോലെ ഒച്ച വെച്ചിട്ടുമൊന്നും ആ ഭാഗത്തേക്ക് നോക്കാതെ പോകുന്നത് പതിവായിരുന്നു. ഞാനും കുഞ്ഞും ഞങ്ങളുടെ ലോകത്തേക്ക് മാത്രമായി ഒതുങ്ങി. അവനെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുകൊണ്ട് ഇനിയൊരു കുഞ്ഞ് ഞങ്ങൾക്കിടയിൽ വേണ്ട എന്ന് ഞാൻ കരുതിയെങ്കിലും നന്ദേട്ടൻ അതിന് ഒരുക്കമായിരുന്നില്ല. അങ്ങനെ വീണ്ടും ഞാൻ ഗർഭിണിയായി. പൂർണ്ണ ആരോഗ്യവതിയായ ഒരു പെൺകുഞ്ഞായിരുന്നു. ഞാനില്ലെങ്കിലും മോനൊരു കൂട്ടാകുമെന്ന് കരുതിയെങ്കിലും അവളും അവനെ പുച്ഛത്തോടെ നോക്കാൻ തുടങ്ങി. തരം കിട്ടുമ്പോൾ അവൾ മോനെ ഉപദ്രവിക്കുകയും ചെയ്തിരുന്നു. സ്വന്തം ഏട്ടനാണെന്ന് പറയാൻ അവൾക്ക് മടിയാണെന്ന് എനിക്ക് പലവട്ടം തോന്നിയിട്ടുണ്ട്. അച്ഛനും മോളും അമ്മയും ഒരു ഭാഗത്ത്, മറുവശത്ത് ഞാനും മോനും. മോൻ നന്നായി പാടുന്ന കാര്യം പറഞ്ഞിട്ടും ഓ പിന്നെ ഇനി പാടാത്ത കുറ്റം കൂടിയേ ഉള്ളൂ എന്ന് പറഞ്ഞ് എല്ലാവരും ഞങ്ങളെ പരിഹസിച്ചു. അവനെ അവർ അറിയാതെ ഞാൻ പാട്ട് പഠിപ്പിച്ചു. ആ സമയത്ത് എൻ്റെ കുഞ്ഞിന് ഒരു കുഴപ്പവുമില്ലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവനെ അനാഥാലയത്തിൽ ഉപേക്ഷിക്കാൻ ആദ്യം പറഞ്ഞത് അവൻ്റെ കൂടപ്പിറപ്പ് തന്നെയായിരുന്നു. പിന്നീട് മറ്റുള്ളവരും അത് ഏറ്റെടുത്തു. എനിക്ക് വയ്യാതെയായി കിടന്നപ്പോൾ നിറഞ്ഞ മിഴികളുമായി കൂട്ടിരുന്നത് എൻ്റെ പൊന്നുമോനായിരുന്നു. അവനെ ഉപദ്രവിക്കുന്നതും അവഗണിക്കുന്നതും കേട്ട് ജീവശവം പോലെ എനിക്ക് കിടക്കേണ്ടി വന്നു. ഞാനിട്ട് മാറ്റിവെച്ച സാരി മാറോണടച്ച് കരഞ്ഞ് അവനെ അവർ നിർബന്ധിച്ചു കൊണ്ടുപോയി. എൻ്റെ അനുവാദമില്ലാതെ തന്നെ അവർ അവനെ അഗതി മന്ദിരത്തിലാക്കി. ഒന്ന് നേരെ നിൽക്കാനായപ്പോൾ ഞാൻ അവനെ തിരികെ കൊണ്ടുപോന്നു. ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെട്ട അവൻ അവളുടെ കാരണം നോക്കി ഒരെണ്ണം കൊടുത്തു. അച്ഛനെ നോക്കി പോയെന്ന് ആംഗ്യം കാട്ടി. എൻ്റെ കൈ പിടിച്ച് പുറത്തേക്ക് വലിച്ചു. കണ്ടില്ലേ എൻ്റെ കുഞ്ഞിന് എന്ത് കുഴപ്പമായിട്ടാ എന്നുള്ള ചോദ്യം കേട്ടയുടനെ ഏട്ടൻ തല താഴ്ത്തി അകത്തേക്ക് വലിഞ്ഞു. ഒടിതുണിയുമായി ഇറങ്ങിയ എനിക്ക് ഉറപ്പായിരുന്നു എന്നും ഈ അമ്മക്കിളിക്ക് കാവലായി എൻ്റെ കുഞ്ഞുണ്ടാകുമെന്ന്. ഇത്തരത്തിലുള്ള മനോഹരമായ കഥകൾ വായിക്കാൻ ഈ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.